കേരളത്തിലെ റെയിൽവേ വികസനത്തിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തിരൂർ, പൊന്നാനി, ഇരിങ്ങാലക്കുട റൂട്ടിൽ പുതിയ പാതയ്ക്ക് റെയിൽവേ മന്ത്രാലയം തത്വത്തിൽ അംഗീകാരം നൽകിയതായി മന്ത്രി പറഞ്ഞു. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് നൽകണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ തീരദേശത്തിന് തുണയാകുന്ന പുതിയ റെയിൽവേ പദ്ധതിയുമായാണ് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. തിരൂർ മുതൽ പൊന്നാനി വഴി ഇരിങ്ങാലക്കുട വരെയുള്ള പുതിയ റെയിൽവേ ലൈനാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രഖ്യാപിച്ചത്. പദ്ധതിയുടെ പ്രാഥമിക രൂപരേഖ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് സമർപ്പിച്ചതായും മന്ത്രാലയം ഇതിന് തത്വത്തിൽ അനുമതി നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. തിരൂർ, കുറ്റിപ്പുറം, തൃശൂർ അല്ലെങ്കിൽ ഷൊർണൂർ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് തിരൂർ, പൊന്നാനി, ഗുരുവായൂർ, ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന ലൈനിന് വേണ്ട ഡിസൈനും അതിന്റെ ഒരു ജോഗ്രാഫിക്കൽ ഏരിയ മാർക്ക് ചെയ്ത് ശ്രീ അശ്വിനി വൈഷ്ണവ് അവർക്ക് റെയിൽവേ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് തത്വത്തിൽ വളരെ വലിയ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് അത് സ്വീകരിച്ചിരിക്കുന്നത്. ബാക്കി ജോലി ഇനി നിങ്ങളുടേതാണ്. ഇവരത് ഓപ്പൺ ചെയ്ത് കേരള സർക്കാരിനെ കൊണ്ട് അതിനുള്ള സ്ഥലം വാങ്ങിച്ച് കൊടുത്തല്ലാതെ ഇവരെ ഇനി അടുപ്പിക്കരുന്നില്ല. അത്രയും കൂടി ചെയ്യണം. ബാക്കി കാര്യം ഞാനേ. മലപ്പുറം തവനൂരിൽ പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു മന്ത്രിയുടെ നിർണായക പ്രഖ്യാപനം. വർഷങ്ങളായി ജനങ്ങൾ കാത്തിരിക്കുന്ന പൊന്നാനി ഗുരുവായൂർ റെയിൽവേ പാത യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളും സജീവമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാൽ പദ്ധതികൾ വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ പിന്തുണ വേണം. പരിസ്ഥിതിക്കും ആവാസ വ്യവസ്ഥയ്ക്കും കോട്ടം തട്ടാത്ത രീതിയിൽ സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തു നൽകിയാൽ പദ്ധതികളുമായി കേന്ദ്രത്തിന് വേഗത്തിൽ മുന്നോട്ട് പോകാനാകുമെന്നും സുരേഷ് ഗോപി ഓർമ്മിപ്പിച്ചു. അമൃത ന്യൂസ്, മലപ്പുറം.